കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗത്തിന്റെ ആത്മഹത്യാ ഭീഷണി, അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന് റൂഫിംഗ്, ചുറ്റുമതിൽ എന്നിവ പണിയുന്നത് സംബന്ധിച്ച ചർച്ചയിൽ നഗരസഭാ മുൻ ചെയർമാൻ അടക്കം അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് കൗൺസിലർ ഭീഷണി മുടക്കിയത്. കൗൺസിൽ യോഗത്തിലെ ആദ്യ അജണ്ടയായിരുന്നു നഗരസഭയുടെ അധീനതയിലുള്ള മിനി സ്റ്റേഡിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അംബേദ്കർ പ്രതിമയ്ക്ക് റൂഫിംഗ്, ചുറ്റുമതിൽ എന്നിവ പണിയുന്നതിന് ഗുണഭോക്തൃ സമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനം. എന്നാൽ ഏതാനും കൗൺസിലർമാർ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. നഗരസഭ മുൻ ചെയർമാൻ ജോണി കുളമ്പള്ളി അടക്കം വിഷയത്തിൽ ശക്തമായ അതൃപ്തി പ്രകടിപ്പിച്ചതോടെ LDF കൗൺസിലറും അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയുമായ ബിനു കേശവൻ വിഷയത്തിൽ പ്രതികരിക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു. ഞങ്ങളുടെ അവസാനങ്ങൾ തകർത്തങ്ങളായി ആണെങ്കിൽ മരിച്ചു വീടുകൂടി എനിക്കാണ് വേണ്ടി എഴുതിക്കുന്നത്. എന്തിനു വേണ്ടി കാര്യമാണ്? നിരവധി കടമ്പകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് നഗരസഭയുടെ അധീനതയിലുള്ള മിനി സ്റ്റേഡിയത്തിന് സമീപം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം നിർമ്മിക്കാനായത്. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ 4,95,000 രൂപ റൂഫിംഗ് ചെയ്ത് ചുറ്റുമതിൽ പണിയുന്നതിന് അനുവദിച്ചു. ഇത് ഉടൻ നടപ്പിലാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നവീകരിക്കുന്നതിനൊപ്പം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപവും നവീകരിക്കണമെന്ന വാദം ഉയർന്നതോടെയാണ് കൗൺസിൽ യോഗത്തിൽ സ്വരച്ചർച്ചകൾ ഉണ്ടായത്. വിഷയം വിശദമായി പഠിച്ച് നടപടി സ്വീകരിക്കുന്നതിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ കെ ജയമനി പറഞ്ഞു. NHന്റെ സെറ്റ് ബാക്കിനെ സംബന്ധിച്ചൊക്കെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലവും മുനിസിപ്പാലിറ്റി സ്ഥലവും തമ്മിലൊരു അതിർവരമ്പുകൾ ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് അതിലേക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന രൂപത്തിലൊരു ആലോചനയാണ് കൗൺസിൽ വന്നത്. അത് സംബന്ധിച്ച് വിശദമായി പഠിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ കൗൺസിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി ആ കാര്യങ്ങൾ അതിന്റെ സാങ്കേതിക വശങ്ങളും മറ്റ് വിവിധ വശങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം അത് അതേസമയം അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തി പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നഗരസഭയിൽ നിന്ന് ഉണ്ടാകുന്ന വാദം ചില കൗൺസിലർമാർ ഉയർത്തി. നിരവധി പ്രതിഷേധങ്ങൾ കാരണമായ 32, 33 വാർഡുകളിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ഗുണഭോക്താക്കൾ വാങ്ങി നൽകിയ ഭൂമി നഗരസഭ ആസ്തി ചേർക്കുന്നതിന് കൗൺസിൽ തീരുമാനമായി. 14 അജണ്ടകളായിരുന്നു കൗൺസിലിൽ പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.